ചില പ്രണയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കാരെ ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എത്ര കാലം കഴിഞ്ഞാലും അവരുടെ ഓർമ്മയിൽ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ചില മനുഷ്യർ നമ്മുടെ ലൈഫിലുണ്ടോ, എപ്പോഴും ഉണ്ടാവും. അങ്ങനെ ആൾക്കാർ ചിലപ്പോൾ ലവർ തന്നെ ഒന്നുമില്ല, ഫ്രണ്ടും ആവാം. അതെ അതെ, നമ്മൾ ചിലപ്പോൾ ഒരു ഹോസ്റ്റൽ മേറ്റോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ കോളേജിൽ കൂടെ പഠിക്കുന്നവരോ കൊളീഗോ ആയിരിക്കട്ടെ, ആ ഒരു വൈബ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങനെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം അവരുമായിട്ട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കും. പിന്നെ അത് മാത്രമല്ല, ഒരാൾ നഷ്ടപ്പെട്ടു പോവാം, മരണപ്പെട്ടു പോവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. മനുഷ്യരെന്ന് പറയുമ്പോൾ ഓരോ ആൾക്കാർക്കും വെവ്വേറെ ജനിച്ചു, പല സ്ഥലത്തു നിന്ന് വരുന്നു, പല ആയുസ്. അപ്പൊ എപ്പോഴാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഉള്ള സമയം ബെസ്റ്റ് ടൈം മാക്സിമം നമ്മൾ കുറെ മെമ്മറീസ് ഉണ്ടാക്കുക, ഹാപ്പിനെസ് പഴക്കിടാതെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക, അതിന്റെ ഒരു ഇതാണ്. അങ്ങനെ രൂപപ്പെടുത്തത്തൊന്നുമില്ല. ഞാനിങ്ങനെ എഴുതി പോകുന്ന സമയത്ത് ഈ ഒരു ഷെയ്ഡ് ചിലപ്പം ഒരു നെഗറ്റീവ് ഷെയ്ഡ് കയറി വരും, ചിലപ്പോൾ ഒരു പോസിറ്റീവ് ഷെയ്ഡ് കയറി വരും, ചിലപ്പോൾ ഒരു ഇപ്പൊ ഇതിൻ്റെ അകത്താണെങ്കിൽ രേഷ്മയുടെ കഥാപാത്രം. എനിക്ക് രേഷ്മ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര അടിപൊളി വൈബ്, കൊച്ചിലോട്ടുള്ള കൂട്ടുകാരിയാണ്. അപ്പൊ അവളുടെ കുറെ ക്വാളിറ്റികൾ എനിക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ അതുപോലെ തന്നെ വെട്രിയുടെ ആണെങ്കിൽ വെട്രീനെ പോലെ ഒരു ആള് എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട്, എന്ത് വന്നാലും നമുക്ക് നോക്കാം എന്ന് പറയുന്ന ആൾക്കാർ. അങ്ങനെ ഒരു കഥാപാത്രം വെട്രി. പിന്നെ ആനന്ദിയുടെ ആണെങ്കിൽ അതായിരുന്നു എനിക്ക് കിട്ടാത്തൊരു സാധനം, ആനന്ദിയും മല്ലിയും. ഈ രണ്ട് സാധനങ്ങൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു പീക്കിൽ പോകുന്ന രണ്ട് കഥാപാത്രങ്ങളാണ്. അതില് മല്ലി കുറച്ചുകൂടെ സ്പെഷ്യലാണ്. ഈ പറയുന്ന കണക്ക് കുറച്ച് ആൾക്കാരിൽ നിന്നിട്ട് കേട്ട കഥകളും അവരുടെ എക്സ്പീരിയൻസും ഞാൻ അവിടെ നിന്നപ്പോൾ ഉണ്ടായ കുറെ കാര്യങ്ങളും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു ഇതാണ്. ആനന്ദി ആണെങ്കിൽ എനിക്ക് ഒന്നും അറിയാത്ത ഒരു സംഭവത്തിലേക്ക് ഞാൻ എത്തിപ്പെടുകയാണ്.